الرحمن الرحيم والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بسم الله الرحمن الرحيم وكم أهلكنا قبلهم من قرن هم أحسن أثاثا ورئيا صدق الله العظيم. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകം എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആശങ്കകളും സംശയങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകമാണ്. ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന ആളുകൾ വിചാരിക്കും ആ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ചുറ്റുമുള്ളത് എന്ന്. പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള ഒരു കാലഘട്ടത്തില് വാർത്തയും വിവരങ്ങളും സംഗതികളൊക്കെ പെട്ടെന്ന് അറിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നിരന്തരം പുതിയ പുതിയ വിഷയങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയും അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയും അതുമാത്രമല്ല അത് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ചിന്തകളെയൊക്കെ പലപ്പോഴും സ്വാധീനിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ പല ആളുകളോടും സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നിലവിലുള്ള ലോക സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് നിരാശ തോന്നും. പിന്നെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് തന്നെ കുറച്ച് ആളുകൾക്കെങ്കിലും വിശ്വാസത്തെക്കുറിച്ച് തന്നെ നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മനുഷ്യന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള സംഗതികൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് നമുക്കറിയാം. നമുക്കറിയാമെന്ന് പറയുന്നത് നമ്മൾ അതൊക്കെ പഠിച്ചിട്ടുള്ളത് ഖുർആനിൽ നിന്നാണെന്ന് നമുക്കറിയാം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഞാൻ ഓതി വെച്ചത് സൂറത്തുൽ മറിയമിലെ 74-ാമത്തെ ആയത്താണ്. 73 മുതൽ 76 വരെയുള്ള ഒരു 4 ആയത്തുകളിലൂടെ ഒന്ന് പെട്ടെന്ന് കടന്നു പോകാന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ലോകം അനുഭവിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികൾ ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാനസികമായി നമുക്ക് ഉണ്ടാകാവുന്ന ചിന്തകളെ കുറിച്ച്, ആ സന്ദർഭങ്ങളിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു കൃത്യമായ ഒരു ഡയറക്ഷൻ നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിൽ അല്ലാഹു ആദ്യം സൂറത്തുൽ മറിയമിലെ 73-ാമത്തെ ആയത്തിൽ പറയുന്നത് സത്യാസത്യ സംഘടനകൾ നടന്നുകൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാലോ. ഏതൊരു കാലഘട്ടത്തിലും നല്ല കാര്യങ്ങൾ ഖുർആനെ കുറിച്ചും അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അവരുടെ മുമ്പിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും, അവര് ഈ പറയുന്ന ആളുകളും കേൾക്കുന്ന ആളുകളും തമ്മിൽ ആരാണ് വലിയവർ എന്നുള്ള ചർച്ച അത് തമ്മിൽ ഉണ്ടാകും. ഉയർന്ന പദവിയിലുള്ള ആള് ആരാണ്, കൂട്ടർ ആരാണ് എന്നുള്ള ചർച്ച അവർ തമ്മിൽ ഉണ്ടാകും എന്നാണ് 1-ാമത്തെ ആയത്തിൽ പറയുന്നത്. എന്നിട്ട് അവർ തന്നെ ചോദിക്കുകയാണ് ആരുടെ സംഘമാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ളത് എന്നുള്ള ഒരു ചോദ്യമൊക്കെ അവർ ചോദിക്കും, സത്യനിഷേധികൾ ചോദിക്കും എന്ന് പറയുന്നത്. ഞാൻ ഓതി വെച്ച ആയത്ത് 74-ാമത്തെ ആയത്താണ്, ആമുഖത്തിൽ ഓതിയത്. അതിൽ പറയുന്നത് അള്ളാഹു ചോദിക്കുന്നത് എല്ലാ സാധന സാമഗ്രികളും സൗകര്യങ്ങളും ബാഹ്യമായ പ്രതാപവും ഒക്കെ കൊടുത്ത എത്രയോ ജനങ്ങൾ, എത്രയോ സമൂഹങ്ങൾ തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു അവിടെ പറയുന്നത്. അത് മറുപടിയായിട്ട് പറയുന്നത്, അവർ ചോദിച്ച ഞങ്ങളാണ് ഞങ്ങളാണ് ഉയർന്ന പദവിയിൽ അല്ലെങ്കിൽ ഞങ്ങൾക്കാണ് ഗാംഭീര്യമുള്ളത് എന്ന് ചിന്തിക്കുന്ന സമൂഹങ്ങളോടും ആളുകളോടും അള്ളാഹു തിരിച്ചു പറയുന്ന, അതിന് ആൻസർ ചെയ്യല്ല ചെയ്യുന്നത്, തിരിച്ചു പറയുകയാണ് അള്ളാഹു ചെയ്യുന്നത്. നിങ്ങളെക്കാളും വലിയ ആളുകളൊക്കെ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരൊക്കെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് 75-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, എന്നിട്ട് നമ്മൾ തോന്നുമല്ലോ എന്താണ് ഇവരിങ്ങനെ ദുർമാർഗികളും സത്യനിഷേധികളും കുഴപ്പക്കാരൊക്കെ ലോകത്ത് ഇങ്ങനെ നടമാടുന്നത് എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. അതിനുള്ള ഒരു ആൻസറാണ് അള്ളാഹു പറയുന്നത്. കുൽമൻ കാന ഫീ ളലാലത്തിൻ എന്ന് പറയുന്ന ഒരു ആയത്ത് 75-ാമത്തെ ആയത്താണ്. അള്ളാഹു പറയുന്നത് ദുർമാർഗികളെ അള്ളാഹു അതോടെ ഉപയോഗിച്ച വാക്ക് എന്ന് പറഞ്ഞാൽ പരമകാരുണികൻ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് റഹ്മാൻ എന്ന് പറഞ്ഞു. റഹ്മാനായ റബ്ബ് ദുർമാർഗികൾക്ക് സമയം നീട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ അവരെ നീട്ടിക്കൊണ്ടുപോകും. അങ്ങനെ എന്തിനാന്ന് വെച്ചാൽ അങ്ങനെ അവരോട് വാഗ്ദാനം ചെയ്യുന്ന കാര്യം, അത് 2 കാര്യങ്ങളാണ് അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഒന്നുകിൽ ദൈവശിക്ഷ അല്ലെങ്കിൽ അന്ത്യദിനം. ഈ 2 സംഗതികൾ വരുന്നത് വരെ അവർക്ക് ഇങ്ങനെ സമയം നീട്ടിക്കൊടുക്കും.
പിന്നെ പക്ഷെ നേരിൽ അവർ ഈ സംഗതികളൊക്കെ കാണുമ്പോൾ ഒന്നുകിൽ ദൈവശിക്ഷ അല്ലെങ്കിൽ പിന്നെ അന്ത്യദിനം കാണുന്ന സമയത്ത് അവരറിയും എന്താണ് ശരി എന്നുള്ളത്. അവർ നിന്നിരുന്ന എടുത്ത നിലപാടുകൾ തെറ്റായിരുന്നു എന്ന് നമുക്കൊരു മനസ്സിലാവും. വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് എന്നും അവർക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ അള്ളാഹു പറയുന്ന ആരുടെ ഗ്രൂപ്പ് സൈന്യമാണ് പിന്നെ വളരെ ദുർബലമെന്നും അള്ളാഹുവിന്റെ സൈന്യമാണോ അതല്ല ഇതുപോലുള്ള സത്യനിഷേധികളുടെ സൈന്യമാണോ ദുർബലർ എന്നും അവർക്ക് മനസ്സിലാവും എന്ന് പറയുന്നു. അപ്പൊ അതെന്തിനാന്ന് പറഞ്ഞാൽ ഇത് അവരോട് പറയുന്നതാണെങ്കിലും വിശ്വാസികളോടാണ് ഇത് ശരിക്കും പറയുന്നത്. വെച്ചാല് പിന്നെ സത്യ സംഘടനകളും ഇതേപോലെ നന്മ തിരുവാതിര സംഘടനകൾ നടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ അവർക്ക് സമയം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ നമ്മളത് കാണുമ്പോൾ മുമ്പിൽ കാണുന്ന സമയത്ത് ഇതെന്താ പെട്ടെന്ന് തീരുമാനമാവാത്തത് എന്ന് നമ്മൾ ആലോചിക്കരുത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് അള്ളാഹു നമ്മോട് പറയാതെ നമ്മോട് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അങ്ങനെ അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് വളരെ രസമാണ്. വെച്ചാൽ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു 76-ാമത്തെ ആയത്തിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞാല് നേർവഴി സ്വീകരിച്ച ആളുകൾക്ക് അള്ളാഹു സന്മാർഗനിഷ്ഠ വർദ്ധിപ്പിച്ചു കൊടുക്കും. നേരത്തെ സത്യനിഷേധികളെ കുറിച്ച് പറഞ്ഞത് അവർക്ക് സമയം ഇങ്ങനെ നീട്ടിക്കൊടുക്കുക എന്നാണുള്ളത് പറഞ്ഞത്. പക്ഷെ ഇവിടെ പറഞ്ഞത് പിന്നെ സന്മാർഗത്തിൽ ഹുദായിൽ ഉള്ള ആൾക്കാർ, സന്മാർഗത്തിലുള്ള ആൾക്ക് അവർക്ക് ഹുദയിൽ സന്മാർഗത്തിൽ നല്ല കാര്യങ്ങളിൽ അള്ളാഹു വളർച്ച ഉണ്ടാക്കി കൊടുക്കും. അത് വളരെ വളരെ പൊതുവായ ഒരു തത്വത്തിലാണ് അള്ളാഹു പറഞ്ഞത്. പല രൂപത്തിലാവാം, നമ്മുടെ വിശ്വാസമാകാം, നമ്മുടെ കഴിവുകളാകാം, നമ്മുടെ അവസരങ്ങളാകാം. അതൊക്കെ അള്ളാഹു എന്ത് ചെയ്യും? സന്മാർഗത്തിൽ അള്ളാഹു അതിനെ വർദ്ധിപ്പിച്ചു കൊടുക്കും. മറ്റവർക്ക് നീട്ടിക്കൊടുക്കുന്ന സമയത്ത് സന്മാർഗത്തിലുള്ളവർക്ക് സന്മാർഗത്തിൽ തന്നെ വർധനവ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അള്ളാഹു പറയുന്നു, നശിക്കാതെ ബാക്കി നിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് അള്ളാഹുവിന്റെ അടുത്ത് ഉത്തമമായ പ്രതിഫലമുള്ളത്. അപ്പൊ ഇത് നമുക്കറിയാം. പിന്നെ അമൽ സ്വാലിഹാത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അള്ളാഹുവിടെ അടുത്ത് പറയുന്ന ഈ സന്ദർഭം നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും, ലോകത്ത് എന്ത് തന്നെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാലും സത്യാസത്യ സംഘടനകളും സംഗതികളൊക്കെ നടന്നാലും അപ്പോഴും അള്ളാഹു നോക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ അമൽ സ്വാലിഹാത്ത് ഉപയോഗിച്ച വാക്ക് വൽ ബാഖിയാത്ത് സ്വാലിഹാത്ത്, ബാക്കി നിൽക്കുന്ന പിന്നെ അത് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, അതാണ് അള്ളാഹു നോക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ അതിനാണ് മെച്ചപ്പെട്ട പരിണതിയും ഉന്നതമായ പ്രതിഫലവും അതിനാണ് ഉള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ പലപ്പോഴും പിന്നെ ഇങ്ങനെ പല സംഗതികൾ കേട്ടിട്ട് പല സംഗതികൾ ആലോചിച്ചിട്ട് പിന്നെ പല സംഗതി ഓർത്തെടുത്തിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഭാവി ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ട് ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ നിരാശരാവും. എന്താണ് ഇപ്പൊ സംഗതി, അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട്. പക്ഷെ അതിൽ അങ്ങനെ വല്ലാതെ ഒരു ബേജാറാവേണ്ട, നമ്മൾ പ്രാർത്ഥിക്കുക, കാര്യങ്ങൾ അറിയണം, പ്രാർത്ഥിക്കണം, കാര്യങ്ങൾ ചെയ്യണം, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നന്മയിൽ നമ്മൾ പിന്നെയും മുന്നേറുക എന്നുള്ളതാണ്. കാരണം ആ ഒരു ക്വാളിറ്റിയാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഏതൊരു സന്ദർഭത്തിലും നമുക്ക് മുതൽക്കൂട്ടായിട്ടുള്ളത്. അതാണ് അള്ളാഹു നോക്കുന്നത്, അതാണ് ഇതിന്റെയൊക്കെ പരിണിത ഫലമായിട്ട് കാണുന്നത്. ഇപ്പൊ നാളെ നമ്മൾ പരലോകത്ത് എത്തുന്ന സമയത്ത് നമുക്ക് അള്ളാഹുവോട് പറയാൻ പറ്റില്ല, ഓക്കെ ലോകത്ത് ഇങ്ങനെയൊക്കെ അവസ്ഥയായിരുന്നു, ഞാനിങ്ങനെ അന്താളിച്ച് നിൽക്കുമായിരുന്നു എന്നൊരു ഓപ്ഷൻ നമുക്കില്ല. നമുക്ക് ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഞാൻ ഏതൊരു സന്ദർഭത്തിലായിരുന്നെങ്കിലും ഞാൻ എന്റെ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കടക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിയുന്ന TV, അതേപോലെ സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ്, എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊന്നും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ പ്രവർത്തനത്തെയും ബാക്കോട്ട് വലിക്കുന്നതാവരുത്. അതിലിങ്ങനെ ആണ്ടുപോയിട്ട് നമ്മൾ പിന്നെ വേറൊരു അവസ്ഥയിലേക്ക് മാനസികമായി എത്തിപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചു ഓടാൻ പാടില്ല, നമ്മൾ മറന്നു പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ അടുത്ത് നാളെ അതൊരു ഒഴിവ് കഴിവായിട്ട് പറയാനും സാധിക്കുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആശ്വാസം നൽകുന്ന ആയത്തുകളാണ്. നമുക്ക് ചെയ്യേണ്ടത് എന്താണ് എന്ന് അള്ളാഹു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിൽ ഇതിനെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്രയൊക്കെ പറഞ്ഞാലും പിന്നെ ഇതുപോലുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അള്ളാഹു ലോകത്തെയും സമൂഹത്തെയും ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെയും ഒക്കെ രക്ഷിക്കുമാറാവട്ടെ. നല്ല രൂപത്തിൽ നന്മകൾ ചെയ്യാൻ നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും രാജ്യത്തിനും ലോകത്തിനും ഒക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
شكرا جزاك الله. آمين آمين يا رب العالمين. وعليكم السلام ورحمة الله وبركاته. ഓക്കെ, മാഷാ അല്ലാഹ്, സന്തോഷം. നമുക്ക് ക്ലാസ് എടുത്ത നൗഷാദ് സാഹിബ്, അദ്ദേഹത്തിന്റെ കുടുംബം, അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മകൾ ചെയ്യാനുള്ള നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.